വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 11/11/2025 ട്യൂസ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ, അതായത് ഈ ഒരു ഡേ ടൈം ഒരു ഗോൾഡിന്റെ മൂവ്മെന്റ് നിലവിൽ ഇപ്പം എങ്ങനെയാണ് എന്നുള്ള ഒരു അനാലിസിസ് ആണ്. അതായത് ഒരു ഡേ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഓവറോൾ ഒരു അനാലിസിസ് ആണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇത് കണ്ടിട്ട് ട്രേഡ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കില്ല. ട്രേഡ് കാര്യങ്ങളൊക്കെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഒരു 10:30 വീണ്ടും കുറച്ച് ഡൗൺ ആയതിനു ശേഷം വീണ്ടും ബൈ ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വളരെ വലിയൊരു ബൈ മൂവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇന്ന് മോർണിംഗിൽ നമുക്ക് വന്നിരിക്കുന്ന മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഹയസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 4148.50 വരെയാണ് മാർക്കറ്റിന്റെ ഒരു പ്രൈസ് വന്നിരിക്കുന്നത്. നോർമലി അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ മുകളിലോട്ട് പോയിട്ടില്ലെങ്കിൽ നോർമലി ആ ഒരു 48 എന്ന് പറയുന്ന പോയിന്റ്, 4148 എന്ന് പറയുന്ന പോയിന്റ് വലിയൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. അവിടെ നിന്ന് മുകളിലേക്ക് ബൈ പോയാൽ മാത്രമേ 50, 52, 60 ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അവിടെ നിന്ന് നിലവിൽ വലിയൊരു റിജക്ഷൻ ആണ് വന്നിരിക്കുന്നത്. 4148 ടു 4124 വരെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഒരു സെൽ ഡയറക്ഷൻ ആണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റിന്റെ ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ്. പക്ഷെ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽ ഡയറക്ഷനിലേക്കാണ്. അതായത് ഹയർ ടൈം ഫ്രെയിമുകളിൽ എന്താണോ ഉള്ളത്, അപ്പം അതിനനുസരിച്ച് സെല്ലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ബൈ പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതൊരു പെർഫെക്റ്റ് എൻട്രിയും കാര്യങ്ങളും ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിലവിൽ മാർക്കറ്റ് റൺ ചെയ്യുന്ന സെൽ ഡയറക്ഷനിലേക്ക് തന്നെയാണ്. കറന്റ് മാർക്കറ്റ് റണ്ണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4127 ആണ്. മാർക്കറ്റ് ഇനിയും ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 4115 ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് ആയിക്കഴിഞ്ഞാൽ 4194, 98, അല്ലെങ്കിൽ 88 ഈ ഒരു പോയിന്റുകളിൽ നിന്നൊക്കെ ബൈക്കുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതായത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ഏതാണോ അതിനനുസരിച്ചേക്ക് മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇത് ഡേ മാർക്കറ്റിന്റെ അനാലിസിസ് ആണ്. ഈവനിങ് മാർക്കറ്റ് എൻ്റയർലി ഡിഫറെന്റ് ആയേക്കാം. അതുപോലെ തന്നെ സെല്ലാണ് നമ്മൾ കൂടുതൽ നോക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് പറയുന്നത് 4138, 40, 44, 48 ഈ ഒരു പോയിന്റിൽ നിന്നാണ് കറന്റ് മാർക്കറ്റ് വെച്ചിട്ട് റിജക്ഷൻ ഉള്ള സാധ്യതകൾ ഉള്ളത്. സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നമുക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ ഇപ്പോൾ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാർക്കറ്റ് എവിടെ വരെ ഡൗൺ ആകുന്നു എന്ന് നോക്കിയിട്ട് നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടുമ്പോൾ മാത്രം ബൈ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ VIP സിഗ്നൽസ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറക്സ് ഗോൾഡിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.